മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ അതിലൊരു ശ്രീനിവാസൻ കാലഘട്ടം തന്നെയുണ്ട്. വെള്ളിത്തിരയിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുമ്പോഴും സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ തന്റെ മൂർച്ചയുള്ള പേന കൊണ്ട് അദ്ദേഹം കീറിമുറിച്ചു. സാധാരണക്കാരന്റെ വേദനയും മധ്യവർത്തി മലയാളികളുടെ ആകുലതകളും പരിഹാസത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ച ആ ഇതിഹാസം ഇന്ന് ഓർമ്മയാകുകയാണ്. 2025 ഡിസംബർ 20 ആ പേന ചലനമറ്റു, ആ ശബ്ദം നിലച്ചു. 1956 ഏപ്രിൽ 6 കണ്ണൂരിലെ പാതിരിയാട് എന്ന ഗ്രാമത്തിലായിരുന്നു ശ്രീനിവാസന്റെ ജനനം. ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബം. സ്കൂൾ അധ്യാപകനായിരുന്ന ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകൻ. പഠനകാലത്ത് അല്പം വിപ്ലവവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സിനിമാ മോഹം അദ്ദേഹത്തെ മദ്രാസിലെത്തിച്ചു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിനു ശേഷം 1977 PK ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. 80കളുടെ പകുതിയോടെയാണ് മലയാള സിനിമ ശ്രീനിവാസൻ എന്ന മാന്ത്രികനെ തിരിച്ചറിഞ്ഞത്. സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ എന്നിവരുമായി ചേർന്നൊരുക്കിയ സിനിമകൾ ചരിത്രമായി. ദാസനും വിജയനും മലയാളികൾക്ക് വെറും സിനിമാ കഥാപാത്രങ്ങളായിരുന്നില്ല. തൊഴിലില്ലായ്മയും രാഷ്ട്രീയ വൈരാഗ്യവും കുടുംബ കലഹങ്ങളും അദ്ദേഹം കോമഡിയിലൂടെ പറഞ്ഞു. സന്ദേശം എന്ന ഒരൊറ്റ ചിത്രം മതി ശ്രീനിവാസന്റെ രാഷ്ട്രീയ നിരീക്ഷണ പാഠവും മനസ്സിലാക്കാൻ. ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ സംവിധായകനായും അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു. ശ്രീനിവാസൻ എപ്പോഴും തുറന്നു പറച്ചിലുകളുടെ ആളായിരുന്നു. അത് പലപ്പോഴും വിവാദങ്ങൾക്കും വഴിവെച്ചു. മോഹൻലാലിനെതിരെയുള്ള ചില പരാമർശങ്ങൾ വലിയ ചർച്ചയായി. സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും അവാർഡ് നിർണയങ്ങളെക്കുറിച്ചും അദ്ദേഹം ഭയമില്ലാതെ സംസാരിച്ചു. ആധുനിക കൃഷിരീതികളോടും പ്രകൃതിദത്തമായ ജീവിതശൈലിയോടുമുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ശ്രദ്ധേയമായിരുന്നു. കപടമായ എല്ലാത്തിനോടും അദ്ദേഹം കലഹിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. ഇടക്കാലത്ത് ആരോഗ്യം വീണ്ടെടുത്ത് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മലയാളി ആശ്വാസത്തോടെ നോക്കി നിന്നു. മക്കളായ വിനീതും ധ്യാനും പിതാവിന്റെ പാത പിന്തുടർന്ന് സിനിമയിൽ സജീവമായത് അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകി. എന്നാൽ 2025 ഡിസംബർ പകുതിയോടെ നില വഷളായി. കൊച്ചിയിലെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ 20 69 വയസ്സിൽ ആ വലിയ കലാകാരൻ വിടവാങ്ങി. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ആയിരുന്നു മരണകാരണം. ശ്രീനിവാസൻ മരിക്കുന്നില്ല. അദ്ദേഹം എഴുതിയ ഓരോ ഡയലോഗിലും, അദ്ദേഹം സൃഷ്ടിച്ച ഓരോ കഥാപാത്രത്തിലും ആ വലിയ മനുഷ്യൻ ജീവിക്കുന്നു. കേരളത്തിലെ ഓരോ മധ്യവർത്തി വീടുകളിലും ഇന്നും ശ്രീനിവാസൻ എന്ന പേര് ഒരു പുഞ്ചിരിയായി നിലനിൽക്കുന്നു. മലയാള സിനിമയുടെ ആക്ഷേപഹാസ്യത്തിന്റെ സുൽത്താന് വിട.